മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഇന്ന ദിവസം കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. ലെറ്റർ ടു കൊളോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 2. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. നമ്മെ പുരോഗമിപ്പിക്കുകയോ അധപ്പതിപ്പിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ചിന്തകളാണ്. എങ്ങനായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾ ഏത് രീതിയിലുള്ളതാണെന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്കോ അധപ്പതനത്തിലേക്കോ എന്ന് നമുക്ക് നിർണയിക്കുക. ഉയരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുവിനെന്ന് പൗലോസ് കൊളോസ്യോസിലെ ക്രിസ്ത്യാനികളെ ഉപദേശിക്കുകയാണ്. ഭൗതിക സമ്പാദ്യങ്ങളെയും വിഷയസുഖങ്ങളെയും കുറിച്ച് ചിന്തിച്ചവരുടെ ക്രിസ്തീയ ജീവിതം തകർന്നു പോകും. എന്തിനെപ്പറ്റി ചിന്തിക്കുന്നുവോ അത് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തും. ചെറിയൊരു വിമാനത്തിൽ പൈലറ്റ് തനിയെ പറക്കുകയായിരുന്നു. വായു സമ്മർദ്ദ ക്രമീകരണങ്ങൾ അതിൽ ഘടിപ്പിച്ചിരുന്നില്ല. സ്വിച്ച് ബോർഡിന്റെ ഉള്ളിലിരുന്ന് ഒരു എലി വയറുകൾ കരളുന്ന ശബ്ദം പെട്ടെന്ന് കേട്ടു തുടങ്ങി. വയറുകൾ മുറിഞ്ഞാൽ വൈദ്യുതി തകരാറുണ്ടായി, എഞ്ചിൻ പ്രവർത്തനരഹിതമാകും. ആ ജീവിയെ പിടിച്ചു നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ വിമാനം നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. അടുത്ത വിമാനത്താവളത്തിലെത്താൻ കുറെ സമയം കൂടെ വേണം. പെട്ടെന്ന് മനസ്സിലൊരു യുക്തി തോന്നി. ഇത്തരം ജീവികൾ വളരെ ഉയരത്തിലെത്തിയാൽ ജീവിക്കുകയില്ല. അതിവേഗം വിമാനം ഉയരത്തിലേക്ക് പറപ്പിച്ചു. പ്രാണവായുവിൽ സഞ്ചിയില്ലാതെ ശ്വാസോച്ഛ്വാസം സാധ്യമല്ലാത്ത ഉയരത്തിലായപ്പോൾ എലിയുടെ ശബ്ദം നിലച്ചു. വിമാനം അടുത്ത താവളത്തിൽ ഇറക്കിയപ്പോൾ എലി ചത്ത് ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ ചിന്തകളെ ദൈവത്തിൽ കൂടെയായാൽ ഫലം വിഫലമാവുകയില്ല. നമ്മുടെ ചിന്തകൾ നമ്മിലുണ്ടാകുമ്പോൾ അശുദ്ധ ചിന്തകൾ ഇല്ലാതാകും. നമ്മുടെ ചിന്തകൾ ഉയരുമ്പോൾ അധപ്പതിച്ച സ്വഭാവം ഇല്ലാതാകും. നമ്മുടെ കർത്താവിശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.